ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നെസ്റ്റോയിലേക്കാണ് കയറി പോകാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ നെസ്റ്റോയിലേക്ക്. ഇങ്ങനെ നമുക്ക് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാവേ. അപ്പം നമ്മളിതിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുഞ്ചുവിന് എക്സ്കവേറ്ററിൽ കയറാൻ പേടിയായിട്ട് അതാണ്ടല്ലേ അവിടെ ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ അഗോ എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളിതവിടെ മേലെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കായിട്ട് ആദ്യം പോയി. നമ്മൾ വേഗം പോവുക ഡ്രസ്സ് കാണാനാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സ് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ. അപ്പോൾ നമ്മളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറേ വാങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കുറേ കാണുമ്പോൾ നമുക്ക് വാങ്ങിയതിൻ്റെ പകുതി ഫീലിങ്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് നമ്മളെ എന്താ പറയുക ടർക്കിയാണ്. നമുക്ക് നമ്മൾ വീട്ടിലെ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യാൻ പലതരത്തിലുള്ള ടർക്കികളുണ്ട്. കുളിക്കുമ്പോൾ എടുക്കാനുള്ള ടർക്കികൾ, അങ്ങനെ ടവലാക്കാനുള്ളത്, അങ്ങനെ പലതരത്തിൽ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല സെലക്ഷനാണ് കേട്ടോ ഇവിടെ. കണ്ടില്ലേ, ഇത് കണ്ടോ, നല്ല ചെറിയ പല പല വലിപ്പത്തിലുള്ള ടർക്കികളുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മൾ പല ഉപയോഗത്തിനായിട്ട് ഓരോ തരത്തിലുള്ള വലിപ്പത്തിലും വാങ്ങുമല്ലോ, അങ്ങനെയുള്ള ടർക്കികളൊക്കെ. ഇത് കണ്ടില്ലേ, ചവിട്ടിയാണ്. ഓരോ സെക്ഷനിലും പല പല വിധത്തിലുള്ള ചവിട്ടിയാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ നല്ല ഇത് ചവിട്ടിയാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല കേട്ടോ, അത്രയും ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സെക്ഷനിൽ കണ്ടിരുന്നു, അത് കഴിഞ്ഞ് ഇവിടെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ പിന്നെ ഇത് കണ്ടോ, അത് നമ്മളെ ബ്ലാങ്കറ്റാണ് കേട്ടോ. ബ്ലാങ്കറ്റല്ല, ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് നമുക്ക് അതും തന്നെ നമ്മളെ കിടക്കയിൽ പലവിധം വിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല മനസ്സിക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല ബ്ലാങ്കറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൂടെ. നമുക്ക് വിരിയായിട്ട് എടുക്കാം, ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാം, പുതയ്ക്കാൻ ഉപയോഗിക്കാം, അങ്ങനത്തെ ഇതാട്ടോ. അപ്പോൾ അതിനൊക്കെ കുറച്ചൊക്കെ റേറ്റ് ഉണ്ട്. അതൊന്നും നമ്മളതിക്കൊന്നും വല്ലാതെ നമ്മൾ കണ്ണോടിച്ചിട്ടില്ല, കാരണം അതിനൊക്കെ നല്ല റേറ്റാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കുട്ടികളെ കളിക്കോപ്പാണ് കേട്ടോ. കുഞ്ചുവിനൊക്കെ ഇത് നല്ല ക്വാളിറ്റിയുള്ള കളിക്കോപ്പാണ് കേട്ടോ. ഇത് JCB ആണെങ്കിൽ നമ്മൾ ഈ ഫാൻസിയിൽ നിന്നൊന്നും വാങ്ങണ പോലെയല്ല, അത് ഭയങ്കര ഉറപ്പും അതിനനുസരിച്ചുള്ള റേറ്റ്, എന്നാലും വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റണ അത്ര ക്വാളിറ്റിയുള്ള ഇതാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല പല എന്താ പറയുക സൈസിലുള്ള JCBകളാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കാണാത്ത മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ എന്താ പറയുക പാവക്കുട്ടികളാണ്. നമ്മളെ വീട്ടിൽ ഒരുപാട് ഇതുണ്ട്. കുഞ്ചുവിന് പിറന്നാൾക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കണ്ട് മനസ്സ് നിറച്ച് അങ്ങ് പോകുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയ പപ്പിക്കുട്ടി. പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അത് ഇതാണ്ടല്ലേ കണ്ടോ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ജീവനുള്ളതാന്ന് തോന്നുന്നുണ്ടോ, അത്രയും ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ നമ്മൾ എടുത്ത് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് പോകുന്നു കേട്ടോ. പിന്നെ ഇതാ വലിയ ഇതാണ് വാഹനങ്ങളാണ്, കുട്ടികളെ കളിക്കോപ്പാണ്. അപ്പോൾ ഇതൊക്കെ കുഞ്ചുവിന് ഇവിടെ ഓരോന്നൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതൊന്നും ഞങ്ങൾ അങ്ങനെ നോക്കാൻ നിന്നിട്ടില്ല. ഇതിൽ കണ്ടാൽ തീരുമെന്ന് അറിയില്ല കേട്ടോ. ഒരു ദിവസം ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കണം, എന്നാലേ ഇതൊക്കെ തീരുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ലൊരു 1 ഡേ ഇത് ഇവിടേക്കായിട്ട് വരണം കേട്ടോ. നമുക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാട്ടോ വന്നത്. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ഇത് എത്രയും അധികം ചെരുപ്പുകളറിയോ, ഒരുപാട് ചെരുപ്പ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ. അത് റേറ്റ് ഇത് കണ്ടില്ലേ, 799 അങ്ങനെ ആ റേറ്റിലൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ വേഗം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. പിന്നെ നമ്മൾ വേഗം പോകുന്നത് നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ. പിന്നെ അതിലിടയ്ക്ക് നമ്മൾ നമ്മളെ ഗൃഹോപകരണ സാധനങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളെ വീട്ടിൽ ഉപ്പൊക്കെ ഇടാൻ പറ്റണ എന്താ പറയുക ഡപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടത് നമ്മളെ തുടപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ നമ്മൾ നമ്മൾ കുഞ്ചുവിനെ എടുത്ത് അങ്ങോട്ട് കുഴങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ അഗുവിനെ കൊടുത്തിട്ട് ഒരു വണ്ടിയും കൊടുത്തിട്ട്, വണ്ടിയല്ല ട്രോളി കൊടുത്തിട്ട് നമ്മൾ അതിലങ്ങോട്ട് അവളെ ഇരുത്തിയിട്ടോ. അവളെ ഇരുത്തിയിട്ട് അവളെ അങ്ങനെ ഉരുട്ടി കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് പിന്നെ നടക്കണ്ടല്ലോ, ഒരുപാട് നടന്ന് കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ ട്രോളിയിൽ കിടന്നല്ല ഇരുന്നും ഒക്കെ പോകുന്നു കേട്ടോ.
പിന്നെ നമ്മളിതാ പച്ചക്കറി സെക്ഷനിലേക്ക് പോകുന്നത്. ഫ്രൂട്ട്സ്, പച്ചക്കറി അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ഒരു സമാധാനം തോന്നിട്ടോ. വാങ്ങിയിട്ടില്ലെങ്കിലും അത്രയും സമാധാനമാണ്. എന്നാലും നമുക്ക് എത്ര കണ്ടാലും ഡ്രസ്സ് ഇങ്ങനെയുള്ള പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടാലും എനിക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല. എൻ്റെ പേഴ്സണലിയുള്ള അഭിപ്രായം കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് ഇതാ കണ്ടില്ലേ, പുളിഞ്ചില മധുരപ്പുളിയാണിത്. പിന്നെ ഇതാ സ്ട്രോബെറി ഉണ്ട്. പിന്നെ ഇത് ഉറുമാമ്പഴം പോലെ തന്നെ ഉണ്ട്. അതാണോ നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ ഇത് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണെന്ന് തന്നെ നമുക്ക് അറിയാത്ത ഫ്രൂട്ട്സുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കണ്ടത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തന്നെ തോന്നിയത് കേട്ടോ. ഇങ്ങനെയുള്ള നെസ്റ്റോയുള്ള മാളുകളിലൊന്നും നമ്മൾ അധികമൊന്നും കയറില്ലല്ലോ. നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ കടയിലൊക്കെ പോയിട്ട് ആണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള സംഭവം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നെസ്റ്റോ പോലത്തെ ഒരു മാളിൽ കയറാനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ. അപ്പോൾ ചേട്ടാ നെസ്റ്റോ എങ്ങനെയുണ്ട്? ഇവിടെ നോക്കി നെസ്റ്റോ എങ്ങനെയുണ്ട്? അപ്പോൾ കുഞ്ചു എന്തായാലും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അവൾ കണ്ടില്ലേ, ഇതാ അവിടെ ഇരുന്ന് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാനായിട്ട് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് വേണമെന്നല്ല എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മൾ ഇച്ചിരി മൂസമ്പിയും കൂടെയാണ്, അങ്ങനെയാണ് ഫ്രൂട്ട്സ് ഐറ്റംസിൽ വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴേ എനിക്കൊരു സ്വർഗ്ഗമായിട്ട് തന്നെയാണ് തോന്നിയത്. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. ഇവിടെ നമ്മൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് ഒരു മാസത്തിൻ്റെ ദിവസമൊക്കെ കയറിയാൽ നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഷർട്ടിനൊക്കെ നല്ല വിലക്കുറവൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പല സാധനങ്ങൾക്കും ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. ഇതുണ്ടോ ചിപ്സൊക്കെയാണ്, ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. ഇത് പറയുകയാണെങ്കിൽ നട്ട്സാണ്, എല്ലാവിധ നട്ട്സും. പിന്നെ ഇതാ നമ്മൾ ഏലക്കായ, കറുവപ്പട്ട, കറാമ്പൂവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക, ഒന്ന് ക്യാഷും കൊണ്ട് ഇങ്ങോട്ട് കയറിയാൽ നമുക്കെല്ലാം കിട്ടും കേട്ടോ. ഇവിടെ വന്നാൽ മുന്തിരി മതി. ഇത് നമ്മൾ നട്ട്സിൻ്റെ വേറൊരു സെക്ഷനാണ് കേട്ടോ. എല്ലാ വിധത്തുണ്ടോ. ഇതെന്താ അറിയോ, ചക്കക്കുരു. അങ്ങോട്ട് നോക്കി ചെയ്തിട്ടാ ചക്കക്കുരു. അങ്ങോട്ട് നോക്കി അല്ലേ. അപ്പം നമ്മളിതാ ഇത്തിരി ഉണക്കുന്നത് നമ്മൾ എന്താ പറയുക വീക്ക്നെസ്സാണ് കേട്ടോ. എന്നും നമ്മൾ വാങ്ങുന്നല്ല അധികം നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് ഓരോരോ ഐറ്റംസ് കാണണമെങ്കിൽ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ചക്കക്കുരു അല്ല എന്നാണ് കേട്ടോ അത് പറയണത്. വേറെ എന്തോ ബ്രസീലിൻ്റെ വേറെ ഏതോ ഒരു നട്ട്സാണെന്നാണ് പറയണത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചക്കക്കുരു എന്ന് പറഞ്ഞ സാധനമാണുള്ളത്. ചക്കക്കുരു അല്ല എന്നാണ് പറയണത്, വേറെ ഏതോ നട്ട്സ് അത്രേ. അതുണ്ടോ ബ്രസീൽ നട്ട്സ്. ഞാൻ വിചാരിച്ചു ചക്കക്കുരുവിന് ഇത്ര റേറ്റ് ഉണ്ടോന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഹായ് അകുല ഇരുത്തി കൊണ്ടുപോണ്. എവിടെ കണ്ടില്ലേ? അയ്യോ നമ്മൾ ചിക്കനൊക്കെ കണ്ടോ. അടിപൊളി ബ്രോസ്റ്റ്. എന്തൊക്കെ ഐറ്റംസ് ആണെന്നറിയോ അല്ലേ. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇങ്ങനെയുള്ള ഓരോ നെസ്റ്റോ അങ്ങനെയുള്ള ഇതിലൊക്കെ കയറുന്നത്. അപ്പോൾ അവിടെ കണ്ടില്ലേ നമ്മൾ കുബൂസ് ഉണ്ടാക്കുന്ന സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയതാ. അത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്പം ഉണ്ടാക്കി തരുന്ന പറഞ്ഞത്. അപ്പോൾ അയാൾ പിടിച്ചിരിക്കുന്ന ആദ്യമേക്ക് ആ തരത്തി വെച്ചത് ഇതങ്ങോട്ട് വെച്ചിട്ട് കണ്ടോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ കുബൂസിൻ്റെ പരിപാടികൾ. നല്ല ബിരിയാണി റൈസ്. ഇതെന്താ ഗീ റൈസ്, ഫ്രൈഡ് റൈസ് ആണ്. ഇത് പിന്നെ എന്താ സിംഗപ്പൂർ ചിക്കൻ നൂഡിൽസാണ് അത്ര. ഇത് ബീഫ് വറുത്തത്. അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട്. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ കേൾക്കാത്തതും കാണാത്തതായിട്ടുള്ള ഐറ്റംസ് കിട്ടും. ഇത് ചെമ്പരത്തി അതി. ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. ഓരോന്നിൻ്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്നും അറിയണില്ല. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒരു പുതിയതുണ്ടാവും. ആപ്പിൾ, മാങ്ങ, പിന്നെ അങ്ങനെ ഓരോ മുന്തിരി, ഇതൊക്കെ ഓരോ ഐറ്റംസാണ്. ഇതൊക്കെ ഇത് നമ്മളെ ഇതെന്താണ്? ആട്. ഇത് ചിക്കൻ അല്ലേ. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ ബീഫ് ബോൺലെസ്, ഇന്ത്യൻ ഫ്രഷ് ബീഫ്,
ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ കാണാൻ പറ്റിട്ടോ. ഇവിടെ നെസ്റ്റോയിൽ കയറാം. ലിവറാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, $190 രൂപ ഇത് അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇതിൻ്റെ കളർ വേറെ അല്ലേ? നമ്മൾ ഫിഷിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാം ഈ നെസ്റ്റോയിലുണ്ട് കേട്ടോ. ഉണക്കമീനാണിത്. ഉണക്കമീൻ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഉണക്കമീൻ ഇത് നമ്മളെ ചെമ്മീനാണ്. ഫിഷ് ചെമ്മീൻ പീസിന് 1550. ഇതൊന്നും എടുത്തിട്ട് എനിക്ക് മതിയാവണില്ല കേട്ടോ. എന്ന് വെച്ചാൽ മുട്ട സെക്ഷനാണിത്. ഉണ്ടല്ലേ എന്തൊരു ഭംഗിയല്ലേ. 10 എണ്ണത്തിന് 59 രൂപയുള്ളൂ. അപ്പം നമ്മളെ വീട്ടിൽ ആവശ്യ സാധനങ്ങളാണ്. പഞ്ചസാര, റവ, ചായപ്പൊടി, ഗോതമ്പ്, മുതിര, അമ്പയർ, ഉഴുന്ന്, അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ആണ് ഇതൊക്കെ അല്ലേ. ഇതൊക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം. നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മൾ അടുക്കളിങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല രസമാണല്ലേ, നല്ലൊരു സമാധാനമാണല്ലേ. അപ്പോൾ എനിക്കങ്ങനെ നല്ല സമാധാനമാണ്. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ അടുക്കളൊക്കെ ഇട്ട് വയ്ക്കുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വീഡിയോ അധികം ഒന്നും എടുക്കുന്നില്ല. നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോവാണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കൽ നിർത്തിയിട്ട് വേഗം സ്പീഡാക്കാണ് പോവാണ്. ഇനി ഒരുപാടുണ്ട് കാണാൻ കേട്ടോ. പക്ഷെ നമുക്ക് എനിക്കൊക്കെ കാണണമെങ്കിൽ സാവധാനം വരണം. പിന്നെ എന്താ വെച്ചാൽ സ്പീഡായിട്ട് നമുക്ക് ധൃതി പിടിച്ചിട്ട് വരരുത്. ഒരു ദിവസം വന്നിട്ട് നമ്മളിതിൽ എങ്ങനെ കുച്ചൊക്കെ ഇറങ്ങണം. നമുക്ക് ഭയങ്കര മനസ്സിനൊക്കെ ഒരു സുഖമാണല്ലോ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാവുമെന്ന് വിചാരിക്കണോ. അങ്ങനെയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.